നമ്മുടെ സോനം വാങ്ചുക് എന്ന് പറയുന്ന വിദ്വാൻ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഉപവാസം കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേയായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ദണ്ണമുണ്ട്? ജനാധിപത്യമല്ലേ ആ കിടക്കുന്നത്, പട്ടിണി കിടക്കുന്നത്? ജന്തർ മന്ദറിൽ അങ്ങേര് മറ്റേ ആട്ടിൻ സൂപ്പോ ചിക്കൻ സൂപ്പോ അങ്ങനെ ഏതാണ്ട് ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് അതിന് ചുറ്റും തുണിയൊക്കെ പൊതിഞ്ഞ് അതിടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് കലക്കി പാലിൽ അത് കുടിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഫുഡല്ലേ എന്ന്. മനുഷ്യന് എത്ര ദിവസം ഇതിൽ നിലനിൽക്കാൻ പറ്റും? കക്ഷി ഇപ്പോൾ തളർന്നു, വല്ലാതെയായി. 17 ദിവസവും മറ്റോ ആയി എന്ന് മറ്റേ ആ പാറ്റാ ചെറുക്കനുണ്ടല്ലോ, എന്താ അവൻ്റെ പേര്, അഭിജിത്ത് ദീപ്കെ, അവൻ നിരന്തരം എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അവൻ പോലീസുകാരുടെ കാൽക്കൽ വീണു, എൻ്റെ പൊന്നു ചേട്ടാ എന്നെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. പോലീസുകാരന് ഒരു ദയയും മയവുമില്ല. തങ്കപ്പൻ നായർ കുട്ടൻപിള്ളയുടെ മുഖത്ത് നോക്കുന്നു, കുട്ടൻപിള്ള തങ്കപ്പൻ നായരുടെ മുഖത്ത് നോക്കുന്നു, അല്ലാതെ അവർ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇവൻ കിടന്ന കിടപ്പിൽ പറഞ്ഞു, ഇവർ കാലുകൊണ്ട് എൻ്റെ കഴുത്ത് ഞെക്കി എന്നൊക്കെ പറഞ്ഞു. ഒന്നാമത് ഇപ്പോൾ സകലത്തിലും ക്യാമറയാണല്ലോ, മൊബൈലുകളുടെ ബഹളം. അവിടെ പിള്ളേരൊരു 10-300 എണ്ണം ഉണ്ട്. 150 മുതൽ 300 വരെ ആളുകൾ അവിടെ വന്നും പോയി ഇങ്ങനെ നിൽക്കും. നമ്മുടെ വൃന്ദ കാരാട്ട്, വൃന്ദ ഗ്രോവർ, ഇപ്പോൾ ഇന്ന് ഷബാന ആസ്മി അവർ പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. സർക്കാർ ഈ നിരാഹാരത്തെ ഗൗരവമായിട്ട് എടുക്കണം, പ്രശ്നം പരിഹരിക്കണം. ഇവരുടെ ഈ പാറ്റാ പാർട്ടി തുടങ്ങിയപ്പോൾ ആദ്യത്തെ അവരുടെ മാനിഫെസ്റ്റോ ഇൻസ്റ്റാഗ്രാമിലാണല്ലോ പാർട്ടി തുടങ്ങിയത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം കൊണ്ട് 2 കോടി ആൾക്കാർ ഫോളോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഉസ്താദ് ബോസ്റ്റണിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ആര്? അഭിജിത്ത് ദീപ്കെ. ഇവിടെ വന്ന് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു, ചെയ്തില്ല. പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി അറസ്റ്റ് ചെയ്യണില്ലേ ചേട്ടാ? ഇല്ല, ഞങ്ങൾ ചെയ്യണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നീ പോയി പ്രതിഷേധിക്കുക, 2 കോടി ആളല്ലേ ഉള്ളത് എന്ന് പറഞ്ഞു. ഞാനന്ന് നിങ്ങളോട് പറഞ്ഞ പെർമിഷനൊക്കെ ടൈപ്പ് ചെയ്ത് റെഡിയാക്കി അവിടെ വെച്ചിരുന്നു. ഇന്നാടാ ചെറുക്ക പോയി സമരം ചെയ്യടാ. ചെറുക്കൻ സമരം തുടങ്ങി, ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനില്ല. ഒടുവിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ SFIക്കാർ അവർ സ്ഥിരം സമരക്കാരാണല്ലോ. നമ്മുടെ A.A. റഹീം കൂട്ടരൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങോട്ട് ചെല്ലടാ അതൊന്ന് മൂപ്പിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് 100-150 എണ്ണം വന്നു. അവർ പാട്ടൊക്കെ പാടി, മറ്റേ ഇത് ദഫ് മുട്ട്, അറവന മുട്ട്, ഇതൊക്കെ നടത്തി കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടി. മദ്യപാനം, വ്യഭിചാരം, ഇതെല്ലാ പരിപാടിയും ആ ഗ്രൗണ്ടിലും അതിൻ്റെ പരിസരത്തും അവിടെ ഇവിടെയും ഹോട്ടലിലും ലോഡ്ജിലും ഒക്കെ ആയിട്ട് എല്ലാം കൂടെ അലമ്പായി. തറവാട്ടി പറന്ന് ആർക്കും കയറി ചെല്ലാൻ പാടില്ലാത്ത അവസ്ഥയായി. അത്തരം മുദ്രാവാക്യങ്ങളുമൊക്കെ വിളിച്ച് എന്താണ്, മേരെ സാമനെ വാലി ഖിടുക്കി മേ എക് ഗ്രാജുവേറ്റ് ലടുക്കാ റഖത്താ ഹെ. ഇതൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള പാട്ടാണ്. എത്ര വർഷം എന്നറിയാം? 50-55 വർഷം മുമ്പത്തെ കാര്യമാണ്. ആ പാട്ടൊക്കെ ഇപ്പോഴും പിള്ളേർ പാടുന്നു. ശരി, ചെറുപ്പമാണല്ലോ, ഞാൻ വയസ്സായി, ഞാൻ നിന്ന സ്ഥലത്ത് അവരിപ്പോൾ എത്തിയിരിക്കുന്നു. എനിക്കത് കണ്ടപ്പോൾ ഒരല്പം സന്തോഷം തോന്നി. ശരി, കുഴപ്പമില്ല, ആ വഴിയിലേക്ക് തന്നെയാണ് പിള്ളേരുടെ വരവ്. കുറച്ച് കഴിയുമ്പോൾ പിള്ളേരുടെ ഈ വായുവൊക്കെ ഒന്ന് അടങ്ങും, നന്നാകും. അപ്പോൾ അഭിജിത്ത് ദീപ്കെ ഈ സമരം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഡിമാൻഡ് മാറി. നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടാക്കിയ വിഷയം. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഈ പത്രികയിലെ വീഡിയോയിൽ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടവനാണ്. പക്ഷേ അഭിജിത്ത് ദീപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി രാജിവെക്കരുത്. അങ്ങനെ അവൻ സൂചിക്കേണ്ട. ഒരു ചെറുക്കൻ ബോസ്റ്റണിൽ നിന്ന് വരിക, അവിടെ നിന്ന് പുറത്താക്കിയതാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അമേരിക്കയിൽ നിന്ന് അവർ പുറത്താക്കി, മേലാൽ ചെറുക്ക ഇവിടെ കണ്ടുപോയി മുട്ടുകല് തല്ലിയോടി ഓടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിമാനത്തെ കയറ്റി വിട്ടതാണെന്നും പറയുന്നു. ഏതായാലും ഇവൻ ആവശ്യപ്പെട്ടിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ രാജിവെക്കണ്ട. പിന്നെ മോദിയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. ഒരു കക്ഷിയെ പുള്ളി
ക്യാബിനറ്റിൽ നിന്ന് ഇവനെ ഒന്ന് മാറ്റിയാലോ എന്ന് ആലോചിക്കുമ്പോൾ ആരെങ്കിലും ആവശ്യപ്പെടുന്നത് അവൻ രാജിവെക്കണം, പുള്ളിയും തീരുമാനിക്കാം, എന്നാൽ പിന്നെ ഞാൻ വയ്ക്കുന്നില്ല. അങ്ങനെ വേണ്ട. അത് മോദിയുടെ ഒരു പ്രിൻസിപ്പിളാണ്. ആരെങ്കിലും ബഹളം വെച്ച് കഴിഞ്ഞാൽ ഇനി എത്ര കഴിവുകെട്ട മന്ത്രിയാണെങ്കിലും പുള്ളി അവനെ അനുക്കില്ല. അപ്പോൾ ഇവർ പ്രതീക്ഷിച്ചു മന്ത്രിസഭ പുനഃസംഘടന വരും. ജോർജ് കുര്യൻ രാജിവെച്ചു, മറ്റേ ആൾ രാജിവെച്ചു, മറിച്ച ആൾ രാജിവെച്ചു, അതിലൊഴിവുണ്ട് ഇതിലൊഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ നോക്കി. അപ്പോഴെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയോ ഒന്നുമില്ലെങ്കിൽ വകുപ്പ് മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് വിജയാഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടാം. അതായിരുന്നു അവരുടെ ഉദ്ദേശം. അത് നടന്നില്ല. മോദി ക്യാബിനറ്റ് റീഷഫിൾ ചെയ്തില്ല. പുള്ളിക്ക് ക്യാബിനറ്റ് ഷഫിൾ ചെയ്താലും റീഷഫിൾ ചെയ്താലും ഒന്നും പുള്ളിക്ക് അങ്ങനെ കുലുങ്ങുന്ന മനുഷ്യനല്ല. അതൊക്കെ ഈ പിള്ളേർക്കറിയാം. എന്നിട്ടാണ് ഈ സംഭവം മൂത്ത് ആൾ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ സത്യാഗ്രഹം ഇരിക്കാനായിട്ട് ആളെ അന്വേഷിച്ചു. ഈ ചെറുക്കന് സത്യാഗ്രഹം ഇരിക്കാൻ പറ്റില്ല. കാരണം അവൻ തുറന്ന് പറഞ്ഞു കേട്ടോ, ഞാൻ പട്ടിണി ഇരുന്നാൽ എനിക്ക് മൈഗ്രെയിൻ വരും ചേട്ടാ. ഇടാ, മൈഗ്രെയിനെ പേടിയുള്ളവൻ ഈ സമരത്തിനൊന്നും പോരും. നീ വീട്ടിൽ പോടാ ചെറുക്ക. വല്ല ഗുളികയും തിന്ന് ആ മൈഗ്രെയിൻ ഒന്ന് നിയന്ത്രണത്തിലാക്കിയിട്ട് ജീവിക്കുക. മൈഗ്രെയിൻ അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന അസുഖമൊന്നുമല്ല. അല്ലെങ്കിൽ കേരളത്തിൽ വാ, നല്ല ആയുർവേദ വൈദ്യന്മാരെ കാണിച്ചു തരാം. അവർ നല്ല എണ്ണ കാച്ചി വെച്ച് ഒരു 3 മാസം അത് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ മൈഗ്രെയിൻ മാറും. പിന്നെയും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇച്ചിരി പുലിവാലാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് അവന് പട്ടിണി കിടക്കാൻ മേല. അവൻ തെണ്ടിത്തിരിഞ്ഞ് ഡൽഹിയിൽ ഇതിലെ നടന്നു, ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പട്ടിണി ഇരിക്കാമോ എന്ന് ചോദിച്ചു. പട്ടിണിക്കുള്ള സബ് കോൺട്രാക്റ്റ് കൊടുക്കാനായിട്ട് ടീച്ചർക്ക് നടത്തും. അപ്പോഴാണ് നമ്മുടെ സോനം വാങ്ചുക്ക് പുള്ളി ലഡാക്കിൽ കലാപം ഉണ്ടാക്കാനും ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് വേറെ രാജ്യം ഉണ്ടാക്കാനൊക്കെ നടന്ന് പോലീസ് പിടിച്ചകത്തിട്ടു. അയ്യോ പൊത്തോന്നും പറഞ്ഞ് നിലവിളിയായി, ബഹളമായി. എന്നെ തുറന്നു വിടുമോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സർക്കാർ പറഞ്ഞു, അല്ല താൻ അവിടെ കിടക്കിടൂ, താൻ പുതിയ രാജ്യം ഉണ്ടാക്കാൻ പോയില്ല, ആദ്യം ജയിലിനകത്ത് ഒന്ന് കിടന്ന് ശീലിക്കുന്നു. അയ്യോ അങ്ങനെയല്ല ചേട്ടാ, അത് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ്. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. പുള്ളി വിദ്യാഭ്യാസ വിചക്ഷണനാണ്. ഇവർക്കൊക്കെ 2-3 PhD ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വാഴക്കൊല PhD കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി ഒരുപാടുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ ഇവരതൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സോനം വാങ്ചുക്ക് അച്ഛാ പോറ്റി എന്നൊക്കെ പറഞ്ഞ് അവസാനം ജയിലിൽ നിന്ന് ഇറങ്ങി. സുപ്രീം കോടതിയിൽ മറ്റേ കപിൽ സിബലാണ് ഇറങ്ങിയത്. കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വാദിച്ചു, എൻ്റെ മാനം പോകും, ഇവനെ ഒന്ന് ജാമ്യത്തിലെങ്കിലും ഇറക്കിത്തരണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തമ്പുരാക്കന്മാരെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ വിചാരിച്ചു വയസ്സായ ഒരു വക്കീലല്ലേ ഇത്രയൊക്കെ കെഞ്ചിക്കാണ് പറയുന്നു, ഇയാളൊരു ബഹളം നടത്താൻ നോക്കിയൊരു സ്വപ്നജീവിയാണ്, വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് അവർ തുറന്നു വിട്ടു. അങ്ങനെ അനാഥനായിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ഇതികർത്തവ്യത മൂഢനായിട്ട് നിൽക്കുമ്പോഴാണ് അഭിജിക്ക് ചേട്ടാ ഒരു ഐഡിയ ഉണ്ട്, ചേട്ടന് പറ്റിയതാ, നിരാഹാരം. പുള്ളി പറഞ്ഞു, നിരാഹാരം കൊള്ളാമുള്ള, ഞാൻ ജയിലിൽ കിടന്ന് വല്ലാതെ ഭക്ഷണം കഴിച്ച് എനിക്കിപ്പോൾ നേരെ ചൊവ്വേ നടക്കാനൊന്നും മേല. ചേട്ടൻ വന്ന് പട്ടിണി കിടക്കുന്നു. അങ്ങനെയാണ് ഈ വാങ്ചുക്ക് ഇവിടെ വന്ന് പട്ടിണി കിടക്കുന്നത്. സോനം വാങ്ചുക്ക് സ്വർണം കൊണ്ടുണ്ടാക്കിയ ചുക്കാണ് പുള്ളി. അപ്പോൾ സോനം വാങ്ചുക്ക് പട്ടിണി കിടന്നു എന്ന് വെച്ചാൽ അത്യാവശ്യം ആഹാരമൊക്കെ കഴിക്കും, വെള്ളമൊക്കെ കുടിക്കും. ടോയ്ലറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത്, ടോയ്ലറ്റ് സമരം നടത്തി. ഗവൺമെൻറ് മൈൻഡ് ചെയ്തില്ല, പോടാന്ന് പറഞ്ഞു. ഡൽഹി പോലീസ് പറഞ്ഞു അവിടെ ഉള്ള ടോയ്ലറ്റ് അതിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് ക്ലീനാക്ക്. ഒരു സമരം ചെയ്യുന്ന ആളിന് ചൂലും ബക്കറ്റും ഒക്കെ എടുത്ത് ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ പഠിക്കണ്ടേ? ഇവരുടെയൊക്കെ സമരം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ സമരമാണ്. റോഡിലിറങ്ങിയുള്ള ശീലമില്ല. റോഡിലിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂട്. ആദ്യത്തെ ദിവസം ബോധം കിട്ടി വീണ് തട്ടിപ്പൂ കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പിടിച്ച് കാറ് കയറ്റി AC ഒക്കെ ഓൺ ചെയ്താണ് ചെറുക്കനെ രക്ഷിച്ചത്. ഏതായാലും ഇപ്പോൾ സോനം വാങ്ചുക്ക് പട്ടിണി കിടന്ന് വിഷമിച്ചു. പലരും വന്ന് സന്ദർശിച്ചു. ഞാൻ പറഞ്ഞില്ലേ, MA ബേബി പോയി, വൃന്ദ കാരാട്ട് പോയി. അങ്ങനെ യോഗ്യന്മാരും യോഗ്യതകളും നമ്മളുടെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടന്മാരെല്ലാം അവിടെ പോയി സന്ദർശിച്ചു. കാണിക്കയും ഇട്ട് പാൽപ്പായസം നിവേദിച്ചിട്ട് തിരിച്ചുപോയി. അവർക്കാർക്കും പട്ടിണി കിടക്കാൻ മേല, അവർക്കവിടെ നിൽക്കാനും മേല. രാവും പകലും ഈ പിള്ളേരുടെ കൂടെ നിൽക്കാൻ പറ്റുമോ? ആനി രാജാവ് വന്നിട്ട് ആനി രാജാവിനെ RSSകാർ തല്ലാൻ വന്നു. പോകുന്ന RSSകാരൻ അല്ല, അയാൾ പച്ചക്കറി മേടിച്ച് വീട്ടിൽ പോവുകയാണല്ലോ. അല്ല, ആ പടവലങ്ങ വെച്ച് എന്നെ തല്ലാനാണ് അയാളുടെ ഉദ്ദേശം. ഒന്ന് പോകതള്ളേ വെറുതെ, പടവലങ്ങ വെച്ചല്ലേ തല്ലാൻ പോകുന്നത്.
മുരിങ്ങക്കോല് വെച്ച് ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാം, ചുമ്മാ ഇരിക്കുന്നു പറഞ്ഞിട്ട് ആനി രാജാവ് തിരിച്ചുപോയി. കാരണം ഡി രാജ പറഞ്ഞു, നീങ്ങി പോരടി, വയസ്സുകാലത്ത് വല്ലവൻ്റെയും ആയിരിക്കുന്നു കേൾക്കാതെ, നാണക്കേട് എന്ന് പറഞ്ഞിട്ട് അയാൾ പെണ്ണുമ്പിള്ളയെ വിളിച്ചുകൊണ്ട് അയാൾ പോയി. അങ്ങനെ ആളില്ല. ഇപ്പോഴും SFIക്കാരാണ് അവിടെ കിടക്കുന്നതിൽ കൂടുതൽ. ദോഷം പറയരുത്, ഒരു 150 പേര് എപ്പോഴും ഉണ്ട് കേട്ടോ. 150 വലിയൊരു സംഖ്യയല്ല. ഇത് വെച്ചിട്ട് പുള്ളി ഇന്ത്യ മഹാരാജ്യത്തെ ഭരണകൂടത്തെ വിറപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആവശ്യം ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതൊക്കെ പോയി. ഗവൺമെൻറ് ഞങ്ങളെ ഒന്ന് വകവയ്ക്കണം, പ്ലീസ് എൻഗേജ് വിത്ത് അസ്. അതാണല്ലോ വകവയ്ക്കുക എന്ന് പറയുന്നത്. അതായത് സമരം നിരാഹാരം എന്നൊക്കെ പറഞ്ഞ് ചത്ത പോലെ ഒരുത്തൻ കിടക്കുകയാണെങ്കിൽ അവൻ്റെ അടുത്ത് മുഖ്യമന്ത്രി പോയിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ജീവൻ വയ്ക്കും. അവൻ ഈ കുലാബ് സിന്ദാബാദ്, തൊഴിലാളിയേക്കും സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. കാരണം പെട്ടെന്ന് താൻ അംഗീകരിക്കപ്പെട്ടല്ലോ അതിൻ്റെ. അപ്പോൾ ഈ അംഗീകാരമാണ് ഇപ്പോൾ അഭിജിത് ജിത്കയ്ക്കും സോനം വാങ്ചുക്കിനും വേണ്ടത്. അഭിജിത് ജിത്കെ ഇപ്പോൾ ഇന്നലെ മുതൽ സോനം വാങ്ചുക്കിനോട് പറയുന്നു, ഈ നിരാഹാരം അവസാനിപ്പിക്കുക ചേട്ടാ, ഞാൻ ചപ്പാത്തി സാധനമൊക്കെ ഒരുക്കിത്തരാം, ചേട്ടൻ ഭക്ഷണം കഴിക്കും, ഇത് മുതലാവില്ല. പുള്ളി പറഞ്ഞു, ഇല്ല, ഞാൻ നിരാഹാരം എന്ന് പറഞ്ഞാൽ നിരാഹാരം. മഹാത്മാഗാന്ധിയെ കണ്ടു പഠിച്ചവനാണ് ഞാൻ. മഹാത്മാഗാന്ധി 21 ദിവസമാണ് മാക്സിമം നിരാഹാരം അനുഷ്ഠിച്ചത്. അപ്പോഴത്തേക്ക് ഡോക്ടർമാർ പറഞ്ഞു, ഇനി 1 മണിക്കൂർ കിടന്നു കഴിഞ്ഞാൽ അങ്ങ് നേരെ പാസ്പോർട്ട് കിട്ടി മുകളിലേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധി നാരങ്ങാ നീര് കുടിച്ച് ഉപവാസം അവസാനിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ ഉപവാസമായിരുന്നു, ഇയാളെപ്പോലെ കള്ളത്തരമൊന്നുമില്ല. അപ്പോൾ അത് മഹാത്മാഗാന്ധി. അതിനും മുമ്പ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വായു ഭക്ഷണമായിട്ട് തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? നിരാഹാരമാണ്, വെള്ളം പോലും കുടിക്കാതെ. ചിലർ പച്ചിലകളും വെള്ളവും മാത്രം കഴിക്കും, ഇങ്ങനെ സന്യാസിമാർ. നമ്മൾ നിരാഹാരത്തിൻ്റെ ഉസ്താദുക്കളാണ് ഭാരതീയർ. ലോകത്ത് നിരാഹാരം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയത് നമ്മളാണ്. പക്ഷേ അന്ന് ഈ സന്യാസിമാർക്കൊന്നും സർക്കാരിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ മന്ത്രിയെ രാജിവെപ്പിക്കാനോ ഒന്നുമല്ല. അവർ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് തപസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്കതിൽ ഉറച്ചു നിൽക്കാനും അവർ ആശിച്ച വരം പരമശിവനിൽ നിന്നോ വിഷ്ണുവിൽ നിന്നോ ബ്രഹ്മാവിൽ നിന്നോ ഒക്കെ വാങ്ങാനും ഒക്കെ സാധിച്ചു. ഇപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് സത്യാഗ്രഹം കൊണ്ട് ആർക്കും ഒന്നും സാധിക്കുന്നില്ല. മഹാത്മാഗാന്ധിക്ക് സാധിച്ചിട്ടില്ല, പിന്നെയല്ലേ ഈ സോനം വാങ്ചുക്കിന്. അപ്പോൾ സോനം വാങ്ചുക്കിന് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കണം, അതിനെന്തെങ്കിലും ഒരു കാരണം കിട്ടണം. അപ്പോൾ അതിന് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കും. സർക്കാരാണെങ്കിൽ മഞ്ഞകെട്ടി കിടിച്ചാൽ ചർച്ചയ്ക്ക് വിളിക്കില്ല, മൈൻഡ് ചെയ്യുന്നില്ല. എന്തിന് മൈൻഡ് ചെയ്യും? 150 പേര് അവിടെ കച്ചറ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സർക്കാർ തിരിഞ്ഞു നോക്കുമോ? 1500 15,000 ഉണ്ടെങ്കിൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആളാണ് നരേന്ദ്രമോദി. അവിടെ ഈ എത്രയോ പേര് സമരം സത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരുത്തനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾ സത്യാഗ്രഹം കിടക്കുമ്പോൾ എന്ത് ചെയ്യും? ഓരോരുത്തർക്കും ഓരോ ആവശ്യമുണ്ട്. ഈ മന്ത്രി രാജിവെക്കണം, ആ മന്ത്രി രാജിവെക്കണം, ഇയാളെ അങ്ങോട്ട് മാറ്റണം, ഇയാളെ ഇങ്ങോട്ട് മാറ്റണം, എന്നെ മന്ത്രിയാക്കണം, ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാകും. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പട്ടിണി കിടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ സർക്കാരിന് നേരമുണ്ട്. പോയി പണി നോക്കടാമെന്നാണ് മോദി പറയുന്നത്. മോദി സംസാരിക്കണം എന്നുള്ള ഡിമാൻഡ് ഇവർ കുറച്ച് അമിത്ഷായെങ്കിലും സംസാരിക്കണം എന്നാക്കി. അമിത്ഷായും ഇല്ലയെന്നായി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പറയുന്നത് സർക്കാരിൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ മതി. അത് ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും കേട്ടോ. സർക്കാരിൽ നിന്ന് ഹെഡ് കോൺസ്റ്റബിൾ തങ്കപ്പൻ പിള്ളയോട് പറഞ്ഞു, എടോ താനൊന്ന് പോയി സംസാരിച്ച് ഒതുക്ക്. അപ്പോൾ തങ്കപ്പൻ പിള്ള പറയാമല്ല സാറേ, ഞാൻ ഒതുക്കാൻ പോയി കഴിഞ്ഞാൽ ഇച്ചിരി പ്രയാസമാണ്. അതെന്താ പ്രയാസം? അല്ല, ഞാൻ അവനെ അങ്ങ് ഒതുക്കും, അതാണ് എൻ്റെ ഒരു ശൈലി, അതാണ്. എടോ താൻ ചവിട്ടുകയോ കുത്തുകയോ ചെയ്ത് അവൻ വടിയായി കഴിഞ്ഞാൽ പിന്നെ സമാധാനം പറയേണ്ടി വരും താൻ. അപ്പോൾ പിന്നെ അവൻ ഇച്ചിരി കൂടെ തളരട്ടെ, അപ്പോൾ നമുക്കൊരു കൊട്ടയിലോ വല്ലതും വാരിക്കൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇപ്പോൾ ആ സ്ഥിതിയാണ്. ശ്രീമാൻ ഹെഡ് കോൺസ്റ്റബിൾ തങ്കപ്പൻ പിള്ള ഈ സോനം വാങ്ചുക്കിനെ ഒരു സ്ട്രെച്ചറിലെടുത്ത് പിടിക്കടാ, ഈ പണ്ടാരത്തെ എടുത്ത് കെട്ട്, മറ്റേ സ്ട്രാപ്പ് ചെയ്യുകയാണ്, ബെൽറ്റൊക്കെ ഉണ്ട് സ്ട്രെച്ചറിന്. അപ്പോൾ ആ സ്ട്രെച്ചറിൽ ബെൽറ്റൊക്കെ ഇട്ട് നന്നായിട്ട് വലിച്ചു മുറുക്കി കെട്ടിയിട്ടുണ്ട്. താഴെ വീണ് കഴിഞ്ഞാൽ ഞാൻ സമാധാനം പറയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് 4 പേര് തൂക്കി ഇതിനെ ആംബുലൻസിൽ കയറ്റിയിട്ട് എങ്ങോട്ടേലും കൊണ്ടുപോകും. അതാണ് ഇതിൻ്റെ അന്ത്യം എന്നെനിക്ക് തോന്നുന്നു. കാരണം ആരും നോക്കാനില്ലാത്തവനെ നോക്കേണ്ട ചുമതല പോലീസുകാർക്കുണ്ടല്ലോ. പോലീസുകാർക്ക് കിടക്കപ്രതിയില്ല.
ഒരുത്തൻ നിരാഹാരം കിടന്നാൽ അവർക്ക് കിടക്കപ്പൊറുതിയില്ല. അവൻ ചാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ ആശുപത്രി കൊണ്ടുപോകണം, എന്നിട്ട് ഗ്ലൂക്കോസ് കയറ്റണം. ഇതിനിടയ്ക്ക് സോനം വാങ്ചുക്കിന് അന്താരാഷ്ട്ര പ്രശസ്തിയാണ്. ഇവിടെ ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കുന്നില്ല. പക്ഷേ BBC, അൽ ജസീറ ഇവരൊക്കെ കാണിക്കുന്നുണ്ട്. ഇയാളെ ഇപ്പോൾ ആശുപത്രി കയറ്റി ഡ്രിപ്പിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ആ ഡ്രിപ്പിൽ നിന്ന് ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ ഗ്ലൂക്കോസ് ഇറങ്ങുമല്ലോ, ആ തുള്ളിയിൽ നിന്നിങ്ങനെ അൽ ജസീറയുടെ ക്യാമറ പുറകോട്ടിങ്ങനെ പോയി ആശുപത്രിയുടെ ആ സെറ്റപ്പ് സംഗതിയൊക്കെ കാണിക്കും. കട്ട്. ബീഹാറിലെ ഒരു ചെറിയ കുടിൽ, പഴയ ഓടുമേഞ്ഞ പൊട്ടിയ ഓടാണ്. ആ ഓടിൽ നിന്ന് മഴത്തുള്ളി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരറ്റത്ത് വന്നിട്ട് വീഴില്ല എന്ന് പറഞ്ഞു നിന്നിട്ട് വീഴും, ടാപ്പ്. പിന്നെ അടുത്ത തുള്ളി, ടാപ്പ്. ഇതൊക്കെ ക്യാമറയിൽ ഭംഗിയായിട്ട് വെച്ച് അവിടെ ഒരു അമ്മച്ചി ഉണ്ടാകും. പല്ലിൽ വെറ്റിലക്കറയല്ലല്ലോ, പുകയിലയുടെ കറ, ഖൈനി എന്ന് പറയും, അതിൻ്റെയൊക്കെ കറ പിടിച്ച പല്ലുമൊക്കെ ആയിട്ട് ഒരു അമ്മച്ചി ഇങ്ങനെ ഇരിക്കുന്നു. പുണുവാനീ ആയാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നില്ല. കാരണം ചെറുക്കൻ സമരത്തിന് പോയിരിക്കുക, അവരുടെ മകൻ. അവൻ സമരത്തിനൊന്നുമല്ല, അവനവിടെ ബെഗുസരായിലോ പാറ്റ്നയിലോ എവിടെയെങ്കിലും സിനിമ കാണാൻ പോയതായിരിക്കും. രാത്രി ആകുമ്പോൾ വരും അമ്മച്ചി എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് ഇത് സ്ഥിരം പതിവാണ്. പക്ഷേ ഇവർ വന്നിട്ട് എന്ത് പറയണമെന്ന് സ്ക്രിപ്റ്റൊക്കെ പറയും. അവർക്ക് ഈ ഭാഷ ബീഹാറിയിൽ സംസാരിക്കാൻ ഫോൺ എന്നുള്ളതിന് ഫൊണുവ എന്ന് പറയണമല്ലോ. ഇത് ഫൊണുവ എന്ന് മാത്രമല്ല, ഫൊണുവ എന്ന് പറഞ്ഞാലേ ബീഹാറി ആകുള്ളൂ. അപ്പോൾ ഇത് പറയാൻ അറിഞ്ഞുകൂടാ എന്നുള്ള കുഴപ്പമേ അവർക്കുള്ളൂ. അതൊക്കെ അമ്മച്ചിയെ കൊണ്ട് പറയിച്ച് കംപ്ലീറ്റ് വികാരഭരിതമായ ഒരു 20 മിനിറ്റ് ഡോക്യുമെൻ്ററി BBC-യും ചെയ്യും, അൽ ജസീറയും ചെയ്യും. അതുപോലത്തെ ഡോക്യുമെൻ്ററി ഒന്നും നമ്മുടെ പ്രശാന്ത് രഘുവംശം വിചാരിച്ചാലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിനൊക്കെ ഒരു കലാബോധം വേണം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ വലിയ ചെണ്ടയും പെരുമ്പറയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലിട്ട് അടിക്കും, മനുഷ്യന് കാണാൻ പറ്റാത്ത രീതിയിൽ. എന്നിട്ട് യുവമാർക്ക് ഹിന്ദി അറിയാമല്ല, ആ തള്ള പറഞ്ഞത് ഹിന്ദി ഒന്ന്, ഇയാൾ തർജ്ജമ ചെയ്തത് വേറൊന്ന്, ഇങ്ങനെയൊക്കെയായി അപഹാസ്യമായിട്ട് കലാശിക്കും. എന്തു വാങ്ങിക്കോട്ടെ, അതുകൊണ്ടായിരിക്കണം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സോനം വാങ്ചുക്കിൻ്റെ പട്ടിണി സമരം ഒരു സമരമല്ല ഇപ്പോൾ. വാസ്തവത്തിൽ ഞാൻ ഈ ബർഖാദത്തൊക്കെ ആഞ്ഞു പിടിക്കുന്നുണ്ട് കേട്ടോ. ബർഖാദത്ത് ഇവരുടെ ഒരു തമ്പുരാട്ടിയാണ്. അവിടുത്തെ ബർഖാദത്താണ്, ഇവിടുത്തെ ബർഖാദത്ത് നമ്മുടെ സിന്ധു സൂര്യകുമാർ, പുളിയറക്കോണം ബർഖാദത്ത്. ഇവരിതൊക്കെ പിക്കപ്പ് ചെയ്യേണ്ടതാണ്. എന്താ ഇവർ ചെയ്യാത്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തോ പഴയ പോലെ ഇവരുടെ ശൗര്യം ഫലിക്കുന്നില്ല. അല്ലെങ്കിൽ ഇടതുപക്ഷ മതനിരപേക്ഷ വർഗ ബഹുജന ഡിമാല ഗുണ്ടൻ ഒരാൾ അവിടെ പട്ടിണി കിടക്കുമ്പോൾ ഇവർക്കിവിടെ ഉറക്കം വരുമോ? വരാൻ പാടില്ലാത്തതാണ്. നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തേണ്ടതാണ് പലവിധ പരിപാടികളുമായിട്ട്. എന്തു വാങ്ങിക്കോട്ടെ, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അപ്പം ഞാൻ നോക്കിയിട്ട് ഹെഡ് കോൺസ്റ്റബിൾ തങ്കപ്പൻപിള്ള മാത്രമാണ് ശരണം. തങ്കപ്പൻപിള്ള ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകും. താമസിയാതെ ഈ സോനം വാങ്ചുക്കിനെ സ്ട്രെച്ചറിലോ അല്ലെങ്കിൽ കോട്ടയിലോ എടുത്ത് അടുത്ത ആശുപത്രി കൊണ്ടുപോയിട്ട് ഒരു ഡ്രിപ്പ് കൊടുത്തേച്ച് തങ്കപ്പൻപിള്ള പറയും, എടാ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം, നിങ്ങൾ ഇവനെ നോക്കിക്കോ എന്ന് പറയും. നോക്കാനിരുത്തവന്മാരും ചിലപ്പോൾ അവിടെ നിന്ന് സ്ഥലം വിട്ടുകളയും. സോനം വാങ്ചുക്ക് ഗ്ലൂക്കോസൊക്കെ കയറ്റി മിടുക്കനായിട്ട് വീണ്ടും പുറത്തിറങ്ങും. ഇനി അടുത്ത വല്ല സമരമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട്. ഇതാണ് ഈ സമരത്തിൻ്റെ ഗതി എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അന്ത്യം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കാണാം. താങ്ക് യു.